മലയാളത്തറവാട്ടിലുണ്ടു നല്ലൊരു സുൽത്താൻ, കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി കൽബിലേറിയ സുൽത്താൻ. ബാല്യകാല അമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കരങ്കുള്ളോളെ ഞങ്ങൾ കേകിയോൻ മജീദ് സുഹാനീശ് തോമയും എട്ടുകാലി മമ്മൂ ഞങ്ങനെ എത്ര പേരുടെ കഥകള് നാടൻ ഭാഷയിൽ ഏറെ നമ്മളെ ചിന്തിപ്പിച്ചും ചിരിപ്പിച്ചും കരയിച്ചും. ആനപ്പൂട എന്ന ചെറുകഥയിലൂടെ ബേപ്പൂർ സുൽത്താൻ തന്റെ ബാല്യകാല മനസ്സിലെ സ്നേഹത്തിന്റെ കഥകളിലേക്ക് പോവുകയാണ് ഞാൻ നിങ്ങളുമായി. അല്ലോ, നമ്മൾ എന്തായി കാണത്? എന്താ അവിടെ ഒരു ബഹളോ? നിങ്ങളിത് കണ്ട? ഓൻ ഇന്നും കടത്തേര് മുള്ളിന്ന്. ഞാനടക്കേല മൂത്രല്ലടാ, വേറെ ആരുടെ സീതാനെ? അത് ഇവനാ, അബ്ദുൽ ഖാദർ. ഓ മുള്ളാൻ എങ്ങനെയാടാ സീതാനെ? കിടങ്ങമുള്ളി രാധാമണി സാധിച്ചോട്ടെ, പക്ഷെ നീ എന്നെ കടന്നുകൂടിന്ന് വിളിക്കരുത്. അതെന്താ? എനിക്ക് നിന്നെ ആരായാലും കടന്ന് ഇങ്ങോട്ട് വരിക. ഞാൻ ബഷീറോ. എന്താ ബഷീറ വിശേഷിച്ച? ബാപ്പ പറഞ്ഞു കൊമ്പന്റെ കാലിന്റെ ഇടയിൽ കൂടൊന്ന് മൂളണോന്ന്. അതിനിപ്പ എന്താ? പാപ്പ ആനയെ കുളക്കടവിൽ കുളിപ്പിച്ചോണ്ടിരിക്ക. അങ്ങോട്ട് ചെല്ലുക ചെല്ലുക. പാപ്പാണ് സത്യമായിട്ട്. ഞാൻ നമ്മുടെ കൂട്ടി ചക്കരം കിടന്നു മുള്ളിട്ടുണ്ട്. ഇവിടെ പാട്ട കിടന്നു മുള്ളേണ്ടത്. കിടന്നു മുള്ളണ്ടരാ, ഇങ്ങോട്ട് പോര. ഞാൻ ഈ കായ വറുത്തത് എല്ലാവർക്കും ഓരോ കഷ്ണം കൊടുത്തോട്ടെ? എല്ലാവർക്കും കൊടുത്തോ? എന്റെ നാരായണീന്റെ പേരില്. എന്നെ ഇത്ര മാത്രം സ്നേഹിക്കുന്നുണ്ടോ? എന്താ ഇത്ര സംശയം? ഇവിടെ എന്നേക്കാൾ സുന്ദരിമാരുണ്ട്. ഞാൻ വലിയ സുന്ദരിയൊന്നുമല്ല. ഞാനും വലിയ സുന്ദരനൊന്നുമല്ല. എനിക്കൊന്ന് കാണണം. എനിക്കും കാണണം. എന്റെ ദൈവമേ, ഞാൻ ഇന്ന് രാത്രി കിടന്ന് കരയും. പോട്ടെ ഇക്ക, ഒരാളല്ലേ. ഞാൻ നിങ്ങൾക്ക് 2 ഏത്തപ്പഴം മേടിച്ചുതരാം. എല്ലാ മോനെ, എനിക്ക് എത്ര വയസ്സായി, ഒരു കല്യാണം കഴിക്കട്ടെ. നീ ഒന്ന് പെണ്ണ് കെട്ടി നിന്റെ കൂടെ താമസിച്ച് മനസ്സിലാമയ്യേനു അവർക്ക്. എല്ലാ മോനെ, ഇന്റെ നല്ല 5 റുപ്യ ഒന്ന് താടാ. ആ നശിച്ച ആട് പിന്നെയും എന്റെ കണ്ണിക്കാളെ പൊട്ടിച്ച്. മകനെ മകനെ ഇക്കാപ്പിക്കുന്ന കണ്ടില്ലേ? നീ അതെനിക്ക് ജീവിക്കും. ഞാൻ ഇക്കാലത്തൊന്നും പറയുകയാണ്. ഇത്താത്ത ആട് വന്നാൽ ഉടനെ ഞാൻ അതിനകത്ത് കൊണ്ടുപോയി കിട്ടും. ഇത്താത്ത ആട് എന്റെ അതിന്റെ മുന്നിൽ നിന്നും പുട്ട് തിന്നും, ചായ കട്ടി കൊടുക്കും. ഇതെല്ലാം വന്ന് നമ്മുടെ പിള്ളേർക്ക് ഒന്നും തിന്നാൻ വേണ്ടിയില്ല. മകനെ മകനെ, ഈ ദുനിയാവിൽ ഏതെങ്കിലും ഇത്താത്തമാരോ അനിയത്തിക്ക് ആരും കൊടുത്തില്ല. എത്ര ഇത്താത്തമാരെ അനിയത്തിമാർക്ക് ആന കൊടുക്കുന്നത്? എന്നിട്ടല്ലേ ഇതുപോലത്തെ ആട്? ഇക്കാപ്പി ഇരിക്കുന്നത് നിന്റെ ഭാഗ്യം.
കാര്യം ഓർമ്മയുണ്ട്. ആരോട് പറയണ്ടാ. എന്താണ് കഥയുടെ രഹസ്യം പറഞ്ഞേ? ഒന്നുമില്ലേ അല്ലേ? ഓഹോ, എനിക്ക് മനസ്സിലായി. നമ്മളറിയാൻ ഇത്താതൊക്കെ എന്തോ കൊടുക്കാനല്ലേ? എനിക്ക് മനസ്സിലായി എന്ന് കേട്ടല്ലോ. അഥവാ വല്ല പൊന്നും കണ്ടവരാണെങ്കിൽ നമ്മുടെ പിള്ളേർക്ക് അത് വേണം. കഴിയില്ല. നമ്മളെ ആരെയും വിളിച്ച് ഈ നാശവും ശാഠ്യവും വീട്ടതും നമ്മൾ ഈ കാലം കിട്ടില്ല. അമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കരങ്കുള്ളോളെ പങ്കരങ്കുള്ളോളെ പൂനിലാവ് വന്ന പൂവിതറുന്നുണ്ട് പൂക്കളിൽ പൂറാണിയായി പൂത്തുനിൽക്കുന്നോളെ താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കരങ്കുള്ളോളെ കാത്തിരുന്ന് കാൽ തരിച്ചു പോയി കാത്തിരുന്ന് കാൽ തരിച്ചു പോയി കൺമണിയെ കാണുവാനായി കൺകൊതിച്ചു പോയി കൺമണിയെ കാണുവാനായി കൺകൊതിച്ചു പോയി കണ്ണുകളാൽ കൽബുകളിൽ കല്ലെറിയുന്നോളെ താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കരങ്കുള്ളോളെ